വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഗുണ്ടാത്തലവൻ അടി കൊണ്ട് വീണ് കിടക്കുന്ന ഗുണ്ടകളോടൊക്കെ പറയുന്നുണ്ട്, ഇവളൊന്ന് തൊടാനാണോ മക്കളെ ഇത്ര പ്രയാസം? ആ സമയത്ത് വിക്രത്തിനെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ അയാൾ നമ്മുടെ വേദന തൊടാൻ വേണ്ടിയായിട്ട് ചെല്ലുമ്പോൾ അയാളുടെ കൈമ പിടിക്കുന്നത് വേറൊരു ബലമായ കൈയായിരുന്നു. അങ്ങനെ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വിക്രം അയാളുടെ കൈമേൽ കയറി പിടിച്ചേക്കുന്നത്. വേദനയിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. പിന്നെ അയാൾക്കും നന്നായി തന്നെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൈവയ്ക്കാൻ നീ ആയോ എന്ന് ചോദിക്കുന്നു. ഇനി മേലാൽ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ പെണ്ണിൻ്റെയോ ദേഹത്ത് തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞ് അയാളെ അടിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ആദ്യം അയാൾ അടിക്കുമ്പോൾ അത് വേദ തടയുന്നുണ്ട്. വിക്രം എന്ന് വിളിക്കും. അയാളെ കുത്താൻ വിക്രം നോക്കുമ്പോഴും വേദ തടയുന്നുണ്ട്. അതുകൊണ്ട് വിക്രം അതും ചെയ്യില്ല. പിന്നെ അയാൾ പിന്നിൽ നിന്ന് വിക്രത്തിനെ കുത്താൻ വരുമ്പോൾ വേദ വീണ്ടും അലറി വിളിക്കും, വിക്രം എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുത്ത് കയ്യുമ്മലാണ് കൊള്ളണത്. മുറിവുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് കുത്തുന്നോടോ എന്ന് ചോദിച്ച് അയാളെ അടിച്ച് അയാൾ ഓടിക്കഴിഞ്ഞപ്പോൾ വേദ ഓടിച്ചെന്ന് കൈയൊക്കെ പിടിക്കുന്നുണ്ട്. ഒരുപാട് മുറിവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയും. അതൊന്ന് കെട്ടിയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു തുണി കഷ്ണം എടുത്ത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കെട്ടി, ബാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, ചോര ഒരുപാട് വരുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊന്നും സാരമില്ല, ഇങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഞാൻ എന്നും ഹോസ്പിറ്റലായിരിക്കും. പിന്നെ ഇപ്പം കണ്ടില്ലേ എൻ്റെ ജീവിതം, എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ റോഡിൽ ആരുടെയെങ്കിലും കത്തിക്ക് ഇരയായി ജീവിതം കഴിയേണ്ടവനാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരു പെണ്ണിനെ വലിച്ചു കയറ്റാൻ ആഗ്രഹിക്കാത്തത്. മനസ്സിലായോ? ഇപ്പം കണ്ടോ എൻ്റെ ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും വേദം ഒന്നും മിണ്ടുന്നില്ല. ബാ പോകാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുന്നുണ്ട്. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എനിക്ക് നിന്നെയും കൊണ്ട് പോകാനുണ്ടെന്ന് പറയും. എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, നീ വാ എന്നും പറഞ്ഞ് കൊണ്ടുപോകണ്. പോയി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വേദര വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഗേറ്റ് തുറക്കടി എന്ന് പറയും. ഇല്ല, ഇവിടേക്ക് വരാനാണെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയും. മര്യാദയ്ക്ക് നിന്നോട് തുറക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ വേദ തുറക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീടിന്. അവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ശ്രീജേടത്തിക്ക് അമ്മയ്ക്കും മാത്രമേ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനുള്ളൂ. കാരണം അവർക്ക് വേദന അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ദൈവമേ, ആ ഇവൻ ആ പെങ്കൊച്ചിനെ കൊണ്ട് എവിടേക്കിനാവും പോയത്, ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ, എനിക്ക് ആകെ സമാധാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവനെവിടേക്ക് പോകാനാണ്, അവളെയും കൊണ്ട് അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നീ കരുനാക്ക് വളച്ച് അങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കമല ദേഷ്യപ്പെട്ടപ്പോൾ കണ്ട അമ്മയ്ക്ക് അവളകത്ത് കയറ്റിയത് ഇഷ്ടമായല്ലേ എന്ന് പറഞ്ഞപ്പോൾ പിന്നല്ലാണ്ട് അങ്ങനെ നോക്കണമെങ്കിൽ എൻ്റെ മോനും ഒരു ജീവിതം വേണ്ടേ എന്ന് ചോദിക്കും. അത് ശരിയാണ് അമ്മ, എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഒരു പക്ഷേ ഈ പെൺകുട്ടി നമ്മുടെ വിക്രത്തിനെ നേർവഴിക്ക് കൊണ്ടുവരും അമ്മയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും എനിക്കും തോന്നിയില്ലേ മോളെ, അമ്മയ്ക്കും അങ്ങനെ തോന്നി, എനിക്കും അതുതന്നെ തോന്നുന്നത്. എൻ്റെ മോനൊരു ജീവിതം വേണ്ടേ, അവൾ നല്ല പെൺകുട്ടീന്, അവൾ എൻ്റെ മോനെ നേർവഴിക്ക് നടത്തും. ഒരു പക്ഷേ എൻ്റെ മോൻ നന്നായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മാഷ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ട അമ്മയുടെ മനസ്സിലിരിപ്പ്, ഇതെന്തായാലും അങ്ങനെയൊന്നും ആവില്ല, വീട്ടിൽ കൊണ്ടതാക്കിയതൊക്കെ ആവുമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആചാരപ്രകാരമാണ് കൊണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പോൾ നന്ദിനി ചോദിക്കുന്നത് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് എന്തായാലും താലി കെട്ടി കൊണ്ടുവന്നതല്ലേ, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അതിന് നേരവും കാലമൊക്കെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സിലിരിപ്പ് ഇപ്പം എനിക്ക് മനസ്സിലായി, അമ്മ അപ്പോൾ അവളെ മരുമോളായി കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കമല ഒന്നും മിണ്ടുന്നില്ല. സത്യത്തിൽ കമലയ്ക്ക് വേദയെ മരുമോളായി കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് കയറി ചെന്ന് കോണിമ്പെല്ലടിക്കുന്നു. വേദയുടെ നിങ്ങൾ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ മിണ്ടാണ്ട് അവിടെ നിന്നാൽ മതി, കണ്ടു നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ കോണിമ്പെല്ലടിക്കുക. അതിന് മുന്നേ തന്നെ ചേട്ടൻ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരും. എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. സ്മോൾ അടിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞു. എടുത്ത് ചെന്നിട്ട് പറയും, എനിക്ക് നിങ്ങളല്ല കാണേണ്ടത്, ജഡ്ജി അദ്ദേഹത്തിനാണെന്ന് പറയും. അങ്ങനെ ജഡ്ജി അദ്ദേഹത്തിനെ വിളിക്കും. അങ്ങനെ വീണ്ടും സാറേ വായോ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജഡ്ജി അദ്ദേഹത്തിന് എല്ലാവരും കൂടി വരും. മുത്തശ്ശിയൊക്കെ വേദന കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, മോളെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് സാറേ, ദേ ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു, അതിന് ഞാൻ നിങ്ങളോട് 100 തവണ മാപ്പും ചോദിക്കാം. ഇതേ ഞാൻ കൊണ്ടുപോയ സാധനത്തിന് ഇവിടെ അങ്ങോട്ട് കയറി എൻ്റെ വീട് കയറി വന്ന ഈ സാധനത്തിന് ഒരു നയാ പൈസര ഡാമേജ് പോലും വരുത്താതെ ഞാൻ ദേ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയും. വിക്രം നിങ്ങൾ എന്തി പ്രാന്തി പറയണേന്നൊക്കെ ചോദിക്കണം നമ്മുടെ വേദ. നീ മിണ്ടരുതെന്ന് വീണ്ടും പറയണേ. എൻ്റെ പൊന്ന് സാറേ, ഇതിന് പഠിപ്പ് മാത്രം ഉണ്ടാക്കി കൊടുത്തുള്ളൂ,
വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ മഞ്ഞച്ചരടും പിടിച്ചും കഴിഞ്ഞിട്ട് താലി എന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കുമോ? ഇതിന് ഭ്രാന്താണ്. മാത്രമല്ല ഇവളെൻ്റെ വീടിന് സെറ്റാവില്ല. നിങ്ങളെപ്പോലുള്ള വലിയ വീട്ടിലെ ആൾക്കാരുടെ മാന്യതയും സൊസൈറ്റിയിലെ സ്ഥാനവും മാനവും അഭിമാനവും ഒന്നും കണക്കിലാക്കാതെ ഇവൾ എൻ്റെ പിന്നാലെ നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇവളെ ഇവിടെ ആക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞ് വിക്രം എന്ന് വിളിക്കും. മോനെ പോകല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അയ്യോ മുത്തശ്ശി, അച്ചമ്മ പറയുമ്പോൾ അയ്യോ മുത്തശ്ശി ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ തൊഴുതും കഴിഞ്ഞിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഇതുപോലെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ നീ ആ പോയത് എന്നൊക്കെ ചോദിച്ച് അയാളും വേദന കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അയാൾ അകത്തേക്ക് കയറിപ്പോവും. പിന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വേദ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ കണ്ണടച്ച് കിടക്കായിരിക്കും. അകത്ത് കയറ്റി ഇരുത്തിയ അകത്ത് കയറാനൊക്കെ അവൾ സമ്മതിച്ചോ? എന്നാൽ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ആ കഴുത്തിലെ ചിരട് അങ്ങോട്ട് ഉരുക്കളഞ്ഞിട്ട് ഇവിടെ എൻ്റെ മകളായി നീ ജീവിക്കണം, മനസ്സിലായോ എന്ന് ചോദിക്കും. അതിന് ഇവളെ പ്രത്യേകിച്ച് ആരും നിർബന്ധിക്കരുത്, എൻ്റെ വീട്ടുകാരോടാണ് ഞാൻ ഈ പറയണതെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകും. അതിന് മുന്നേ തന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്രം നല്ലവനാണ്. ലോകത്തിലെ ഏറ്റവും ഒരാളുടെ സ്വഭാവം അതായത് പെരുമാറ്റം കൊണ്ട് അയാൾ അളക്കരുതെന്ന് വേദ പറയുന്ന അച്ഛനോട്. എന്തുകൊണ്ട് എന്നറിയാം. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളും ഗുണ്ടകളെ തല്ലിയതും ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതും വീട്ടുകാരെ രക്ഷിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ വന്നത് ആരാണെന്ന് നീ വിചാരിച്ചത്? അവൻ്റെ എതിർ പാർട്ടികളല്ലേ, അവൻ തല്ലിയവരല്ലേ വൈരാഗ്യം വീട്ടാൻ വരുന്നത്. ഇതൊക്കെ ഇനി ആ വീട്ടിൽ സ്ഥിരം പരിപാടിയായിരിക്കും, അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അനിയത്തി ഓടി വരും. ചേച്ചി അയാൾ കുറച്ച് ഗുണ്ടകളിൽ നിന്ന് ചേച്ചി രക്ഷിച്ചതാണോ ചേച്ചി ഹീറോയിസായി കാണുന്നത്? അത് ചേച്ചിക്ക് തോന്നലാണ്. ചേച്ചി ഇങ്ങനെ പോയിട്ടും ചേച്ചിനെ വീണ്ടും മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നില്ലേ ദർശൻ ചേട്ടൻ, അതാണ് ഹീറോയിസം. ആ ദർശൻ ചേട്ടൻ പറഞ്ഞില്ലേ, ദർശൻ ചേട്ടനൊരു ജീവിതം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ ആയിരിക്കുന്നു. ദർശൻ ചേട്ടനെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാനും തള്ളിക്കളയാനും കഴിഞ്ഞെന്നൊക്കെ ചോദിച്ച് അനിയത്തി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്താണ് അച്ഛൻ പറയുന്നത്, ആരും നിർബന്ധിക്കേണ്ട അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നാൽ മതി. പക്ഷെ കഴുത്തിൽ ആ ചിരട് പാടില്ല എന്ന് പറഞ്ഞു ശങ്കരനാരായണൻ മുകളിലേക്ക് പോകും. ഭാര്യനെ വിളിച്ചുകൊണ്ട് പോകും. ഭാര്യ പോകും. മോളേന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചെല്ലി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും ആ സമയത്ത് ആങ്ങളെയും പറയുന്നുണ്ട്, ആരും നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞു. എടി ഇതുപോലൊരു റൗഡിക്ക് വേണ്ടിയിട്ടാണോ നീ നിൻ്റെ ജീവിതം നശിപ്പിക്കണേ? നീ ഇനിയെങ്കിലും ഇവിടെ നിൽക്കും മോളെ എന്ന് പറഞ്ഞ് ചേട്ടത്തിയും ചേട്ടനൊക്കെ പോവും. സ്ഥലം വിടുന്നുണ്ട് അവിടെ നിന്ന്. പിന്നീട് എന്ത് പറയണമെന്നറിയാണ്ട് നിൽക്കായിരിക്കും വേദ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതായത് വിക്രത്തിൻ്റെ വീട്ടിലെ സിറ്റുവേഷനും അവരെല്ലാവരും നല്ല മനുഷ്യരും നല്ല സ്നേഹമുള്ളവരെന്ന് വേദയ്ക്ക് അറിയാം. അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വിക്രം ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. മുത്തശ്ശിക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. കാരണം മുത്തശ്ശി മനസ്സുകൊണ്ട് ആ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് എന്തായാലും ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത് കൊണ്ട് വിക്രം വേദയുടെ ഭർത്താവായി തന്നെ നമ്മുടെ മുത്തശ്ശിയും കണ്ടു കഴിഞ്ഞു. അത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വേദന ഇവിടെ പിടിച്ചു നിർത്താൻ മുത്തശ്ശിക്ക് മാത്രം കഴിയുന്നില്ല. ബാക്കി എല്ലാവരും അതിന് ശ്രമിച്ചെങ്കിലും നമ്മുടെ മുത്തശ്ശി വേദയെ ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. വേദയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. വേദ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, എനിക്ക് വിക്രത്തിനെ ഉപേക്ഷിക്കാനേ കഴിയില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനി എൻ്റെ കഴുത്തിലൊരാൾ താലി കെട്ടിയത് അത് വെറും മഞ്ഞച്ചരടാണ് കെട്ടിയ ആൾക്ക്, പക്ഷേ എനിക്കതൊരു താലിന്, അതുകൊണ്ട് ഈ വേദ വിക്രത്തിനുള്ളത് തന്നെയാണെന്ന് നമ്മുടെ വേദ അങ്ങനെ തീർത്ത് പറയുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.